വൈകിട്ട് വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. കടയിലൊന്നും കയറാൻ പറ്റിയില്ല. എല്ലാ ദിവസവും വരുമ്പോൾ പൊന്നുകുട്ടീനെയും വാക്കുട്ടനെയും പറ്റിക്കാൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതും കേട്ടോ. ഇന്ന് വന്ന വഴി തന്നെ പൊന്നുകുട്ടിയും വാക്കുട്ടനും ബാഗൊക്കെ പരിശോധിച്ചു. ഒന്നും കാണാത്ത കണ്ടപ്പോൾ രണ്ടുപേർക്കും വിഷമമായി കേട്ടോ. വേഗം പോയി 2 മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചു. കുറച്ച് കടലമാവ് എടുത്തതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും ഈ മുട്ടയൊക്കെ വെന്തു. മുട്ടയുടെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഒരു മുട്ട ഒരു 4 കഷ്ണമായിട്ട് മുറിച്ചെടുത്തു കേട്ടോ. മുട്ട പൊരിച്ചു കൊടുക്കുകയോ പുഴുങ്ങി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. വൈകിട്ട് വന്നൊരു 7 മണിയാകുമ്പോൾ വിളക്ക് വയ്ക്കലും നാമജലമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ചായ കൂടി ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് കറുമുറു പലഹാരത്തിനോട് വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റമൊക്കെ ആണെങ്കിൽ രണ്ടുപേർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതേ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്നും നമ്മൾ പൊരിച്ചെടുത്തു കേട്ടോ. പൊരിച്ചെടുത്ത് പാത്രം നിറഞ്ഞപ്പോഴത്തേക്കും ദേവും കൂടി വന്നു കേട്ടോ. അവന് ദേവും വാവക്കുട്ടനും പൊന്നുംകുട്ടിയും ഞാനും കൂടി ചായ കുടിയൊക്കെ തുടങ്ങി കേട്ടോ. നല്ല മഴയാണ് കേട്ടോ പുറത്ത്.